ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കാൻ കേട്ടാ. വീട്ടിലാണെങ്കിൽ കറണ്ടും ഇല്ല. കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് കുറച്ചു നേരം ഇരുന്ന് ടി വി കണ്ടാനെ. ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ല, ഫുള്ള് ബോറടിയാ. ആ, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാറുണ്ട്. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്തിട്ടേ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഇവിടെ പിന്നെ ഡിഫൻഡറിൻ്റെ രണ്ടാമത്തെ സർവീസ് ആവാറായി, നമുക്കിനി അതും കൂടി ചെയ്യണം. ഒരു മിനിറ്റ്, ഞാനവിടെ എന്തോ കണ്ടുട്ടാ. ആ ബിൽഡിങ്ങിൻ്റെ ഇടയിലേ എന്തോ ഒരു സംഭവം ഉണ്ട്. അതൊന്നൊരു ജീവി, ഞാനവിടെ എന്തോ കണ്ടു. അല്ല, ഇതെന്തത്? ആ സാധനം എൻ്റെ പിന്നാലെ വരണല്ലോ. അയ്യോ, ഇവിടെ ഇപ്പോൾ നൈസായിട്ട് പണിപ്പാളിട്ടാ. ആ സാധനം എൻ്റെ പിന്നാലെ വരിക. എന്നാലും അതെന്താ സംഭവം? എനിക്ക് അതിൻ്റെ കാല് മാത്രമേ കാണുള്ളൂ. അത് പക്ഷേ വലിയ കാലാ. നമ്മുടെ വണ്ടിയുമ്പളേക്ക് ഒരു ചവിട്ട് കിട്ടിയാൽ മതി, പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ആ, നമ്മുടെ കയ്യിൽ ഡിഫൻഡർ ഉള്ള 5 സ്റ്റാർ ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാ. എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തീരും. എനിക്ക് തോന്നണതേ നമ്മുടെ സിറ്റിയിൽ എന്തോ വലിയ മോൺസ്റ്റർ വന്നുന്നാ. കണ്ടിട്ട് എങ്ങനെ തോന്നണേ? ഇതിന് പിന്നെ വലിയ കാലൊക്കെ ഉണ്ട്. എന്നിട്ടായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ കയറാം. ഇത് വീടിനകത്ത് കയറി വരില്ല എന്ന് വിചാരിക്കണു. നമുക്കപ്പോൾ വണ്ടി എടുത്തിട്ട് അകത്തേക്ക് കയറാം. വണ്ടിക്കും എന്തെങ്കിലും പറ്റിയാലേ പണിപ്പാളും. എൻ്റെ വണ്ടി ഭയങ്കര എക്സ്പെൻസീവാ, 1 കോടിയുണ്ട്. എന്നാലും ഇതെന്താ സംഭവം? എനിക്കിപ്പോഴും ശരിക്കും കാണാൻ പറ്റണില്ല. ഇതിന് പിന്നെ വാലൊക്കെ ഉണ്ട്. ആ, മോൺസ്റ്ററിന് വാലൊക്കെ ഉണ്ടാവും, അത് ശരിയാ. പക്ഷെ ഇത് എങ്ങനത്തെ തരം മോൺസ്റ്റർ ആണോ? എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എനിക്ക് പക്ഷേ വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. വീടിൻ്റെ പുറത്തിറങ്ങിയ പണിയാ, അതെന്നെ ചവിട്ടിക്കൂട്ടി കൊല്ലും. ഒരു മിനിറ്റ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഡ്രോൺ ഇരിക്കുന്നുണ്ട്. നമുക്ക് ആ ഡ്രോൺ വെച്ചിട്ട് നോക്കി നോക്കാം അതെന്ത് മോൺസ്റ്ററാന്ന്. ഓക്കെ, ഇവിടെ ഞാൻ ഡ്രോണ് പറത്താൻ പോവാനട്ടാ. നമുക്കപ്പോൾ നൈസായിട്ട് പുറത്തേക്ക് പോവാം. ഒരു മിനിറ്റ്, ഇത് ഗോഡ്സില്ലല്ലേ ഗൈസ്? ഇത് നോക്കിയേ, ഇത് ഗോഡ്സില്ല, ഇത് മോൺസ്റ്റർ ഒന്നുമില്ല. എന്നാലും ഇത് പെശകാണ്. ഇതെൻ്റെ വീടിൻ്റെ മേലെ വട്ടം കറങ്ങാ. എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലാവണില്ല, ഈ ഗോഡ്സിൽ എന്തിനാ എൻ്റെ പിന്നാലെ വരണേ? ഈ സിറ്റിയിൽ എന്തോരം ആൾക്കാരല്ലേ, അവരുടെ പിന്നാലെ പോകാൻ പറ്റില്ലേ? ഇതെൻ്റെ പിന്നാലെ വെറുതെ വിടണില്ല, എൻ്റെ വീടിൻ്റെ മേലെ വട്ടം കറങ്ങാ. എനിക്കിപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ പണിയാ. ഷേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുമോ? ആ, പോലീസിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, പോലീസിനെ കൊണ്ട് പറ്റണ പണിയില്ല. എന്നിട്ടായാലും നമുക്കേ കുറച്ചു നേരം ഈ വീട്ടിൽ നിൽക്കാം. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ ഗോഡ്സില ഇവിടെ നിന്ന് പോവും. ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. Meanwhile, ഒരു മിനിറ്റ്, എനിക്കിപ്പോൾ എനക്കൊന്നും കേൾക്കാലേട്ടാ. ആ ഗോഡ്സില ഇവിടെ നിന്ന് പോയാ? വീടിൻ്റെ പുറത്തിറങ്ങണത് റിസ്ക് ആണ്. ആ ഗോഡ്സിലേനെ ഇവിടെ കാണാലേട്ടാ. എനിക്ക് തോന്നണത് ഗോഡ്സില ഇവിടെ നിന്ന് പോയെന്നാ. പക്ഷെ അപ്പോഴും നമ്മൾ സേഫ് അല്ല. ഗോഡ്സില ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമേ പോയുള്ളൂ, അതിപ്പോഴും ഈ സിറ്റിയിൽ എവിടെയുണ്ട്. അതെ, നമുക്കതിനെ തീർക്കേണ്ടി വരും ട്ടാ. എൻ്റെ കയ്യിലാണെങ്കിൽ വെപ്പൺസ് ഉണ്ടായിരുന്നില്ല. വെപ്പൺസ് ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അതിനെ അങ്ങ് തീർത്തോളാം ഞാൻ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വെപ്പൺസ് ഇല്ല. എന്നിട്ടായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ എമുനേഷനിൽ പോവാം. എന്നിട്ട് കുറച്ച് വെപ്പൺസ് അങ്ങ് മേടിക്കാം. ഈ എമുനേഷൻ പിന്നെ സിറ്റിയുടെ സെൻറ്ററിൽ വരണേ. നേരത്തെ നമ്മൾ അവിടെ വെച്ചിട്ടാ ആ ഗോഡ്സിലെന്നെ കണ്ടേ. ആ, എന്നിട്ടായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതുവരെയ്ക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതുവരെയ്ക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആ ഗോഡ്സിലേനെ കൊല്ലാൻ പറ്റുമോ നോക്കി നോക്കാം. ആ ഗോഡ്സിലേനെ കൊല്ലാന്നൊക്കെ പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഗോഡ്സിലേക്ക് പിന്നെ അത്യാവശ്യം സൈസ് ഉണ്ട്. എന്തായാലും നമുക്ക് പവർഫുൾ വെപ്പൺസ് വേണ്ടി വരും, അല്ലാണ്ട് നമുക്ക് അതിനെ കൊല്ലാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ എമുനേഷനിൽ എത്തിയേക്കാ. ഇതാണ് വെപ്പൺ സ്റ്റോറ്. നമുക്കപ്പോൾ പോയിട്ടേ
കുറച്ച് വെപ്പൺസ് അങ്ങ് മേടിക്കാം. ഇവിടെ പിന്നെ എനിക്ക് ഗോഡ്സിലനെ കാണാനില്ല. A few moments later. ഓക്കെ, ഇവിടെ ഞാനേ ഇഷ്ടം പോലെ വെപ്പൺസ് മേടിച്ചേക്കാ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ പിസ്റ്റല്, RPG, റൈഫിള്, സ്നൈപ്പർ, സ്റ്റിക്കി ബോംബ്, മിനിഗണ്, ഇഷ്ടം പോലെ വെപ്പൺസ് മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്ര അധികം വെപ്പൺസ് ആവശ്യം വരും. നമ്മൾ ഗോഡ്സിലായിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോണേ. അത് പക്ഷെ ഇവിടെ കാണാനില്ലേട്ടാ. നേരത്തെ ഈ ഭാഗത്ത് വെച്ചിട്ട് കണ്ടേ, ഇപ്പം അതിനെ കാണാനില്ല. എന്തിട്ടായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നിട്ടത് വരണ വരെ വെയിറ്റ് ചെയ്യാം. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെ ഗോഡ്സിലനെ കൊന്നളയും, ഇല്ലെങ്കിൽ ശരിയാവില്ല. 1 hour later. ഗൈസ്, ഇവിടെ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തുട്ടാ. ഏകദേശം 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഗോഡ്സില്ല ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നണതേ ആ ഗോഡ്സില്ല സിറ്റിയിലുണ്ടാവുന്ന. സിറ്റിയിലല്ലെങ്കിൽ ജുറാസിക് പാർക്കിൽ ഉണ്ടാവും. ജുറാസിക് പാർക്കിൽ ഉണ്ടാവാനാ ചാൻസ് കൂടുതൽ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. ഞാൻ പക്ഷേ ഈ ഡിഫൻഡർ എടുത്തുകൊണ്ട് പോണില്ല. ഡിഫൻഡർ എടുത്ത് പോണത് ഒട്ടും സേഫ് അല്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് പോവാം. ഹെലികോപ്റ്ററിൽ പോണതായിരിക്കും നല്ലത്. ഇവിടെ പിന്നെ എയർപോർട്ടിൽ ഹെലികോപ്റ്റർ ഉണ്ടാവും. എയർപോർട്ടിൽ പിന്നെ പ്ലെയിനൊക്കെ ഉണ്ട്. പ്ലെയിന് വേണ്ട, നമുക്ക് ഹെലികോപ്റ്റർ വേണ്ട. ഹെലികോപ്റ്റർ ആകുമ്പോഴേ നമുക്ക് ബിൽഡിങ്ങിൻ്റെ മേലെ സുഖമായിട്ട് ലാൻഡ് ചെയ്യാം. ആ, ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഇരിക്കുന്നുണ്ട് കേട്ടാ. തൽക്കാലം ഇതങ്ങ് അടിച്ചു മാറ്റാം. എനിക്ക് പിന്നെ വലിയ കാര്യമായിട്ട് ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ ജുറാസിക് പാർക്കിൽ പോവാം. ഒരു മിനിറ്റ്, ജുറാസിക് പാർക്കിൽ പോകേണ്ട ആവശ്യമില്ല. ആ ഗോഡ്സിലപ്പോൾ നമ്മുടെ സിറ്റിയിൽ തന്നെ ഉണ്ട്, എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട്. അത് പക്ഷേ നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അത് നമ്മളെ കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നേനെ. എന്നിട്ടായാലും നമുക്ക് ഈ ബിൽഡിങ്ങിന് മേലെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാം. എന്നിട്ട് അതിനങ്ങ് തീർത്തളയാം. ആ ഗോഡ്സില ഇപ്പോഴും നമ്മളെ കണ്ടില്ല. നമുക്കപ്പോൾ ഈ മിനിഗൺ കയ്യിൽ വയ്ക്കാം, എന്നിട്ടങ്ങ് ഫയർ ചെയ്യാം. ഓ, അതിപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടേട്ടാ. അയ്യോ, എന്നെ അറ്റാക്ക് ചെയ്യോ? ഏയ്, ഇതിപ്പോൾ എന്തുണ്ടായേ? ചത്ത? ഇത്രയും പെട്ടെന്ന് ചത്ത? അയ്യേ, ഇതപ്പോൾ ഇത്ര ഉള്ളോ? ഞാൻ വിചാരിച്ചു മിനി ഗണ്ണോണ്ട് ഫയർ ചെയ്താ പെട്ടെന്ന് ചാവില്ലെന്ന്. ഇത് പക്ഷെ പെട്ടെന്ന് ചത്തു. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നമ്മുടെ സിറ്റിയിൽ പക്ഷേ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ എത്ര ഗോഡ്സിലുണ്ടെന്ന് എനിക്കറിയില്ല. എന്തുട്ടായാലും ഒരെണ്ണത്തിന് തീർത്തളഞ്ഞു, അത് മതി. ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.